ഹായ് ഫ്രണ്ട്സ്, SR ഇലക്ട്രോടെക് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു 2.1 ആംപ്ലിഫയർ റീവർക്കിനെ കുറിച്ചാണ്. പെർ ചാനൽ 250 വാട്ട്സും സബ് 400 വാട്ട്സും ഔട്ട്പുട്ട് തരാൻ കഴിവുള്ള ഒരു ആംപ്ലിഫയറാണിത്. ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകളും മറ്റു ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നേരത്തെ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തിനാണിത് റീഅസംബിൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമറിന് ആദ്യമായി ഇതിൻ്റെ പാനൽ ചേഞ്ച് ചെയ്യണമായിരുന്നു. ഇതായിരുന്നു ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന പാനൽ. അതുപോലെ ഇതിലുണ്ടായിരുന്ന കപ്പാസിറ്റേഴ്സും ബൾജായി തുടങ്ങി. ഏതാണ്ട് 4ഓളം കപ്പാസിറ്റേഴ്സ് ബൾജായി. അതുകൊണ്ട് പിന്നെ 6 കപ്പാസിറ്ററും അങ്ങ് മാറുകയാണ് ചെയ്തത്. സാൻവ എന്ന കമ്പനിയുടെ 100 വോൾട്ട് 10000 MFD വരുന്ന 6 കപ്പാസിറ്റേഴ്സാണ്. അത്യാവശ്യം നല്ല കമ്പനിയാണ്. അതോടൊപ്പം G-Techൻ്റെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി ഒരു VAയുടെ സ്റ്റീരിയോ ബഫർ ബോർഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ സൗണ്ട് നല്ലൊരു ഡീറ്റെയിലിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ നേരത്തെ സ്പെക്ട്രം അനലൈസർ കണക്ട് ചെയ്യുന്ന സമയത്ത് നോയ്സും വിസിലിംഗ് സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആണ് നമ്മൾ പുതുതായി ഫിക്സ് ചെയ്യാൻ പോകുന്ന ഫ്രണ്ട് പാനൽ. ഇത് ഗ്ലോസിയിലും മാറ്റ് ഫിനിഷിലും അക്രലിക് പാനലാണ് ചെയ്തിരിക്കുന്നത്. പാനൽ ലേസർ കട്ടിംഗ് വർക്ക് കഴിഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് ഇതിൻ്റെ പുറത്ത് സ്ക്രാച്ച് ആവാതിരിക്കാനുള്ള ഒരു തിന്നായിട്ടുള്ളൊരു ഫിലിം ഉണ്ടായിരുന്നു. അത് റിമൂവ് ചെയ്തിട്ടാണ് പുള്ളി കൊടുത്തു വിട്ടത്. പിന്നെ ഞാനത് സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി വീണ്ടും മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ അറാൾഡൈറ്റ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് വച്ചിരിക്കുകയാണ്. നേരത്തെ വെയിറ്റ് കൊടുത്താണ് വച്ചിരുന്നത്. ക്ലിപ്പ് ഉപയോഗിച്ച് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്പം പോലും ഗ്യാപ്പ് പോലും വരാതെ തന്നെ ഇത് ഫുള്ള് ഫിക്സ് ആവുന്നതാണ്. ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള ലുക്കാണ് ഈ കാണുന്നത്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ സൗണ്ട് ക്വാളിറ്റിക്കും ഫിനിഷിങ്ങിനും വേണ്ടി കുറേയേറെ സമയമെടുത്താണ് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മോസ്ഫെറ്റ് ആയതുകൊണ്ടും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ചെയ്തിരിക്കുന്നത് കൊണ്ടും നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഇതിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഹമ്മിങ്ങോ നോയ്സോ അനാവശ്യമായ വിസിലിംഗ് സൗണ്ടുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓഡിയോ ക്വാളിറ്റി നല്ല പക്കയായി തന്നെ അത് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് പോളിസി പ്രകാരം സിനിമാ ഗാനങ്ങളൊന്നും നമുക്കിതിൽ പ്ലേ ചെയ്യാൻ സാധ്യമല്ല. യൂട്യൂബിൻ്റെ നോൺ കോപ്പിറൈറ്റ് സോങ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വീഡിയോ അതുപോലെ മുഴുവനായി കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. അതുപോലെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഓക്കെ.